അങ്ങനെ നമ്മുടെ മിത്രയും മീനും കൂടി എല്ലാ സത്യങ്ങളും എല്ലാവരോടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ അമ്പലത്തിൽ വെച്ചിട്ട് നമ്മുടെ അനുവിനെ കൊണ്ട് എല്ലാം പറയിപ്പിച്ചതും അനു എന്താ ഉണ്ടായത് സംഭവിച്ചത് എല്ലാ കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് എല്ലാവരും ഇതൊക്കെ കേൾക്കുമ്പോൾ ഞെട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ ഗോമതി പറയുന്നത്, നിങ്ങൾക്ക് രണ്ടാൾക്കും ഇത് ഞങ്ങളോട് നേരത്തെ പറയായിരുന്നു, നിങ്ങൾ എന്ത് കാര്യമാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് ദേഷ്യപ്പെടാൻ തുടങ്ങുന്ന സമയത്ത് ബാലൻ പറയുന്നുണ്ട് മതി നിർത്ത് എന്ന് പറയുന്നുണ്ട്. എന്തായാലും എല്ലാവരും കൂടി വീണ്ടും നമ്മുടെ അനുവിനെ കൂട്ടിക്കൊണ്ടുവരാൻ എല്ലാവരും ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് കൃഷ്ണമംഗലത്തേക്ക്. ആ സമയത്ത് നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി അവൾ ഇവിടെ ജീവിക്കട്ടെ, അവൾ ഇവിടുത്തെ കുട്ടിയായിട്ട് ജീവിക്കട്ടെ എന്നൊക്കെ പറയേണ്ട, അലോകിൻ്റെ ഭാര്യയായിട്ട് ജീവിക്കട്ടെ എന്നൊക്കെ പറയേണ്ട. ആ സമയത്ത് നമ്മുടെ ആകാശ് പറയേണ്ട അതെങ്ങനെ ശരിയാവുക, അവൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവൾ കല്യാണമൊക്കെ കഴിച്ചു, ഇനി അത് നടക്കില്ല, ഞങ്ങൾക്ക് അവളെ കൊണ്ടുപോകണം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അച്യുതൻ ചോദിക്കുന്നുണ്ട്, അലോകിനോട് ചോദിക്കുന്നുണ്ട്, അലോകെ നിനക്ക് ഇവൾ നിൻ്റെ ഭാര്യയായിട്ട് വേണോ അതോ വേണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അലോക് പറയുന്നുണ്ട് എനിക്ക് ദേവമംഗലക്കാരോട് പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ അവളെ പ്രണയിക്കുന്ന പോലെ അഭിനയിച്ച്, അല്ലാതെ എനിക്ക് അവളുടെ മുഖം കണ്ടാൽ തന്നെ ദേഷ്യം വരും എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ബാലിന് വല്ലാത്ത ദേഷ്യം വന്നിട്ട് അവനിട്ടിട്ട് നല്ല ചവിട്ടും കുത്തും ഒക്കെ കൊടുക്കുന്നുണ്ട്. എല്ലാവരും അതൊക്കെ തടയുന്നുണ്ട്. എന്തായാലും ആ സമയത്ത് നമ്മുടെ അനുശ്രീക്ക് ദേഷ്യം വന്നിട്ട് അവൾ വേഗം അവളെ കഴുത്തിലെ താലി പൊട്ടിച്ചിട്ട് നമ്മുടെ അലോകിൻ്റെ മുഖത്തേക്ക് തന്നെ എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞിട്ട് എനിക്ക് നിൻ്റെ ഒപ്പം ജീവിക്കാൻ ഒട്ടും ഇഷ്ടമല്ല, എനിക്ക് നിന്നോടുള്ള പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ആ താലി അവൻ്റെ മുഖത്തേക്ക് എറിഞ്ഞു കൊടുത്തിട്ട് അനുശ്രീ ഇവരുടൊപ്പം ഇറങ്ങി പോകുന്നുണ്ട് നമ്മുടെ ബാലിൻ്റെ ഒപ്പം. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.